അടക്കം 40ഓളം സഹോദരങ്ങൾ മദീനയിലേക്കുള്ള വഴി മധ്യേ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുകയും ചെയ്തത്. അല്ലാഹുവേ, അവരെത്ര ഭാഗ്യം ചെയ്തവരാണ്, അവരെത്ര ഭാഗ്യം ചെയ്തവരാണ്. പരിശുദ്ധമായ ഉംറ കഴിഞ്ഞിട്ട് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടവരായി സ്വലാത്തുകൾ ചൊല്ലി പരിശുദ്ധമായ മദീനത്തേക്ക് യാത്ര പുറപ്പെടുമ്പോൾ അവർ സഞ്ചരിച്ച ഓരോ വഴിദൂരവും അവരെ അടുപ്പിച്ചത് നിന്റെ പൊരുത്തത്തിലേക്കല്ലയോ പഠിച്ചവരെ, മുത്തുനബി തങ്ങളുടെ പൊരുത്തത്തിലേക്കല്ലയോ? അവര് സഞ്ചരിച്ച് മദീനയുടെ വെളിപ്പാടുകളെ എത്തുമ്പോൾ അവരെ മരണം ഏറ്റെടുത്തുവെങ്കിൽ يجد في الأرض مراغما كثيرا وسعا ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله. അവര് വീട്ടിൽ നിന്നിറങ്ങിയത് നിന്റെ അരികിലേക്കാണല്ലോ പഠിച്ചവനെ, നിന്റെ പൊരുത്തം നേടുവാനാണല്ലോ. ആ പരിശുദ്ധ കഅബാലയത്തെ ഒന്ന് കാണുവാൻ, ആ വിശുദ്ധ മദീനത്തേക്ക് ഒന്ന് എത്തിച്ചേരാൻ നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നവർ, അവരെ നീ ആഖിറത്തിലെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ മരണത്തിന്റെ വാർത്ത കേട്ടപ്പോൾ ഈ ദുനിയാവിന്റെ മശരിഖ് മുതൽ മഗ്രിബ് വരെ ജീവിക്കുന്ന ഓരോ വിശ്വാസിയും ഞെട്ടിത്തരിച്ചു പോയതാ. പക്ഷേ അവരുടെ മനസ്സിന്റെ അടിത്തട്ടിലെല്ലാം ഒരാശ്വാസമുള്ളത്. അല്ലാഹുവേ, അവര് മദീനത്തേക്ക് മുത്തുനബി തങ്ങളെ കാണാൻ വേണ്ടി യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ മരണം അവരെ തട്ടിയെടുത്തത്. അവർക്ക് നിന്റെ അരികിലുള്ള മഹത്വം എത്രയാ, അവർക്ക് നീ നൽകുന്ന സ്ഥാനങ്ങൾ എത്രയാ, കൂലി എത്രയാ, അതോർത്തുകൊണ്ട് സന്തോഷിച്ചവരല്ലേ, അതോർത്തുകൊണ്ട് ആസ്വദിച്ചവരല്ലേ. അല്ലാഹുവേ, ആ സഹോദരങ്ങളെ പോലെ പരിശുദ്ധമായ മദീനത്തേക്കുള്ള വഴിമധ്യേ മരണപ്പെട്ടു പോയ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടുകാര്, ഞങ്ങളുടെ കുടുംബക്കാര്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, അല്ലാഹുവേ, അവരെല്ലാം നീ ആഖിറത്തെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ മനോഹരമായ ഒരു മരണം ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഉലൂലിൽ ഹദീസിൽ ആമിമി ചൊല്ലു മൗലായ. അനുസരിഞ്ഞ് ശബ്ദമുയർത്തി ചൊല്ലണേ. كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم ചൊല്ലു മൗലായ. ഡിലേ വോളിയം കൂട്ടണേ, ഡിലേ വോളിയം കൂട്ടണേ. മോണിറ്ററിലേക്കെങ്കിലും കൊടുക്കും, എനിക്ക് ഭയങ്കര തൊണ്ടവേദന വരുന്നുണ്ട്. كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم صلى مولاي دائما أبدا على حبيبك خير الخلق كلهم. ربي എന്നുടെ ആശകൾ ധരാലെ നിറവേറ്റിടൂ, അന്ന് ഹിസാബിൻ നാളില് ഇടറാതെന്നെ കാത്തിടൂ മൗലായ.
മനുഷ്യ ചരിത്രത്തിൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ സ്വാധീനം ചെലുത്തിയ ഒരു ചരിത്ര പുരുഷനും കഴിഞ്ഞു പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ചരിത്രത്തെ രണ്ടാക്കി പകുത്ത ചരിത്ര പുരുഷൻ ആരാ എന്ന ചോദ്യത്തിനൊരു മറുപടിയേ ഉള്ളൂ. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നോമന പുത്രനായ അബ്ദുല്ലാഹ് എന്നവരുടെ മാനസപുത്രനായി പരിശുദ്ധമായ മക്കയുടെ അഭിമാന പുത്രനായി ലോകത്തിന്റെ നേതാവായി കടന്നു വന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവി തൻ ആരംഭമേ ആലങ്ങൾക്കാകെയും അനുഗ്രഹമേ. ആമിന ബീവി തൻ ആരംഭമേ ആലങ്ങൾക്കാകെയും അനുഗ്രഹമേ. എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, സുരലോകം വാഴ്ത്തിടുമിസുമല്ലോ. എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, സുരലോകം വാഴ്ത്തിടുമിസുമല്ലോ. മുത്ത് മുഹമ്മദ് നൂറുല്ലാഹ് മുസ്തഫ തങ്ങളിൽ സ്വല്ലല്ലാഹ്. മുത്ത് മുഹമ്മദ് നൂറുല്ലാഹ് മുസ്തഫ തങ്ങളിൽ സ്വല്ലല്ലാഹ്. സഹോദരങ്ങളെ, കാരുണ്യത്തിന്റെ അവസാനത്തെ ഉറവയും പറ്റിയ കാലത്ത്, മനുഷ്യത്വത്തിന്റെ അവസാനത്തെ കണികയും കെട്ടുപോയ കാലത്ത്, നന്മയുടെ അവസാനത്തെ ഉറവിടവും അവസാനിച്ചു പോയ ഒരു കാലത്ത്, നന്മയുടെ മാതൃകയായി സകല ഗുണങ്ങളുടെയും സമ്മേളനമായി അല്ലാഹു ലോകത്തിന് കാരുണ്യമായി ഇരുട്ടിലാണ്ട് കിടന്ന ലോകത്തിന് പ്രകാശമായി അല്ലാഹു സമ്മാനിച്ച തിരുദൂതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുളിൽ തീരി നീട്ടി വന്നു റസൂലുള്ളാഹ്, ഇസ്ലാമിൻ പൂർണ്ണത കാട്ടി ഖലീലുള്ളാഹ്. കാലം കടഞ്ഞൊരു മുത്തല്ലോ, കാരുണ്യത്തിൻ തിരുസത്തല്ലോ. കാലം കടഞ്ഞൊരു മുത്തല്ലോ, കാരുണ്യത്തിൻ തിരുസത്തല്ലോ. ഹാഷിമിലായുദിത്ത നൂറുല്ലാഹ് അംബിയ രാജരിൽ സ്വല്ലല്ലാഹ്. ഇതുപോലെ സന്ദർശിക്കപ്പെടുന്ന ഒരു നഗരം മറ്റേതുണ്ട് പ്രിയപ്പെട്ടവരെ? ഇതുപോലെ സ്നേഹിക്കപ്പെടുന്ന മറ്റേതു നഗരമുണ്ട്? ഇതുപോലെ ആദരിക്കപ്പെടുന്ന മറ്റേത് വ്യക്തിത്വമുണ്ട്? ഇതുപോലെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങുന്ന മറ്റേത് മഹാത്മാവുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തെ നമ്മുടെ ഉമ്മാനോടൊരു സലാം പറഞ്ഞിട്ടാണ് ഇറങ്ങാറുള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ദിവസം നമ്മള് സാധാരണഗതിയിൽ എത്ര തവണ സലാം പറയും? ഒരു 2 തവണ പറയും, ചിലപ്പോ 3-4 തവണയൊക്കെ പറയും. അത്രയൊക്കെ പറയൂല്ലേ? സ്വന്തം ഉമ്മയോട് പോലും നമ്മൾ ഒരു ദിവസം സാധാരണഗതിയിൽ 4-5 തവണയൊക്കെ സലാം പറയുള്ളൂ. എന്നാൽ സ്വന്തം ഉമ്മയോട് നാം പറയുന്നതിനേക്കാൾ കൂടുതൽ എണ്ണം ഓരോ ദിവസവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാം പറയൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഓരോ ദിവസവും ചുരുങ്ങിയത് 9 തവണ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാം പറയൽ അല്ലാഹു നിർബന്ധാക്കിയിരിക്കുകയാണ്. എപ്പോഴാണത്? നിസ്കാരങ്ങളിൽ. ആ നിസ്കാരങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാതിരുന്നാൽ അതിനെക്കുറിച്ച് നിസ്കാരം എന്ന് പറയാൻ സാധ്യമല്ല. അത്രയേറെ നമ്മുടെ ജീവിതത്തോട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുകയാണ്, ബന്ധം സ്ഥാപിച്ചു കിടക്കുകയാണ്.
ഒരാൾ മദീനത്ത് ചെന്നാലോ അവിടെ ആ മനുഷ്യന് സമർപ്പിക്കപ്പെടുന്ന സലാമുകൾക്ക് കയ്യും കണക്കുണ്ടാവില്ല. നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു, ഈ സദസ്സിൽ നമ്മൾ വന്നിരുന്നിട്ട് എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലി? നമ്മുടെ കയ്യിൽ കണക്കുണ്ടോ? 100 ആയിരിക്കോ 200 ആയിരിക്കോ? എത്ര സ്വലാത്തുകൾ ചൊല്ലി? ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് ചെന്നിട്ട് ഇതുപോലെ ഇഷ്ക മജ്‌ലിസിന്റെ സദസ്സിൽ കുറഞ്ഞ സമയം സംസാരിച്ചിട്ടുള്ള ഒരു 3/4 മണിക്കൂർ മാത്രമാണ് സംസാരിച്ചത്. അവിടെ നിന്ന് പിരിഞ്ഞു പോരുന്ന നേരത്തെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ആ ചെറുപ്പക്കാരന്റെ മനസ്സില് പ്രിയപ്പെട്ടവരെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിനോടുള്ള സ്നേഹമാണത്, മദ്ഹ് പറഞ്ഞവരോടുള്ള സ്നേഹമാണത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളോട് ഇത്രമേൽ സ്നേഹവും ബഹുമാനവും ഉണ്ടാവണമെങ്കിൽ അത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തങ്ങളുടെ മദ്ഹിനോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്. കേട്ടാ ചെറുപ്പക്കാരൻ പറയാണ്, നിങ്ങൾ 3/4 മണിക്കൂർ ഇവിടെ സംസാരിച്ച നേരത്ത് 300ഓളം തവണ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന്. 3/4 മണിക്കൂർ കൊണ്ട് 300 തവണ പറയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ 1 മണിക്കൂർ 2 മണിക്കൂറും ഇരിക്കുന്ന സദസ്സുകളിൽ എത്ര തവണ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മനോഹരമായ പേര് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് മദീനക്ക് ഒരു പ്രത്യേകതയില്ല. അത് അറേബ്യയിലെ മറ്റു ഗ്രാമങ്ങളെ പോലത്തെ ഒരു ഗ്രാമം മാത്രമാണ്. എന്നാൽ ഹബീബായ തിരുദൂതര് ആ മദീനത്തേക്ക് കാലുകുത്തിയത് മുതൽ മദീനയുടെ ചരിത്രം മാറുകയാണ്, മദീനയുടെ പേര് പോലും മാറുകയാണ്. പഴയ കാലത്ത് യസ്രിബ് എന്നറിയപ്പെട്ടിരുന്ന മദീനയെ ഇന്ന് യസ്രിബ് എന്ന് വിളിക്കാൻ പാടുള്ളതല്ല. അത് മദീനത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഗരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിശുദ്ധമായ മദീനത്തേക്ക് കാലുകുത്തിയത് മുതൽ പിന്നെ മദീന വിജനമായിട്ടില്ല. ആ മദീനത്ത് ആളൊഴിഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആ മദീന ജനങ്ങൾ കടന്നു വരാത്ത ഒരു നിമിഷം ഉണ്ടായിട്ടില്ല. അത് മദീനയുടെ ചരിത്രം പോലും മാറ്റിമറിക്കുന്ന മനോഹരമായ ഒരു മുഹൂർത്തമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മജ്‌ലിസിൽ കടന്നു വന്ന പ്രിയപ്പെട്ട ആശിഖീങ്ങളായ സഹോദരങ്ങൾക്ക്, തിരുദൂതരുടെ മുഹിബ്ബീങ്ങൾക്ക് ആ പരിശുദ്ധമായ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന സംസം ഇവിടെ വിതരണം ചെയ്യുകയാണ്. അല്ലാഹുവേ, അത് നൽകിയവർക്ക് നീ ഹൗദുൽ കൗസർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, മാഉ സംസമിൻ ലിമാ ശരിബ ലഹു, സംസമുള്ള എന്തിനു വേണ്ടിയാ കുടിക്കുന്നത്? അതിനു വേണ്ടി കുടിക്കല. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, കിട്ടിയപ്പോഴേക്ക് കുടിച്ചു തീർക്കില്ലേ ഇൻഷാ അല്ലാഹ്. സംസം വെള്ളം എന്തിനു വേണ്ടിയാണ് കുടിക്കുന്നത്? അതിനു വേണ്ടിയുള്ളതാണ്. ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. ഈ സദസ്സിൽ ഇരുന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ ഇരുന്നിട്ട് ഈ സംസം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ആഗ്രഹം ഉണ്ടാവേണ്ടത്? എന്താ ആഗ്രഹം ഉണ്ടാവേണ്ടത്? നമുക്ക് ഈ സംസം വെള്ളത്തിന്റെ നാട്ടിൽ പോണ്ടേ? ഈ സംസം വെള്ളത്തിന്റെ നാട്ടിൽ നമുക്ക് പോണ്ടേ? ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് സംസം വെള്ളം നമുക്ക് കുടിക്കണ്ടേ? തവാഫ് കഴിഞ്ഞിട്ട് സഈ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമുണ്ട്. തവാഫിന്റെ 7 ചുറ്റും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ സഈ ചെയ്യാൻ വേണ്ടിയിട്ട് സഫാ മർവകൾക്കിടയിലേക്ക് പോകാൻ പ്രത്യേകമായ ഒരു സ്ഥലമുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ് മഖാമു ഇബ്രാഹിമിന്റെ ഭാഗം. അവിടെയാണ് കൂടുതൽ തിരക്കുണ്ടാവും, ആളുകൾ നിസ്കരിക്കുന്നതൊക്കെ അവിടെയായിരിക്കും. അതിലൂടെ ഇങ്ങനെ സഈ ചെയ്യാനുള്ള മസ്ആയിലേക്ക് സഫാ മർവന്റെ ഇടയിലേക്കുള്ള പ്രദേശത്തേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ സംസം വെള്ളം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ആ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കി ഇരുന്നുകൊണ്ട് സംസം വെള്ളം കുടിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ തമ്പുരാനേ. അതുപോലെ സംസം വെള്ളം കുടിക്കുന്ന വേറൊരു സ്ഥലമുണ്ട്. അത് എവിടെയെന്നറിയോ? പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ മനോഹരമായ തിരുമുറ്റത്തിന്റെ പല ഭാഗങ്ങളിൽ സംസം വെള്ളത്തിന്റെ സജ്ജീകരണങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തില് വിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ഖിബ്ലയുടെ ഭാഗത്ത്, അതായത് പച്ചക്കുബ്ബ നിൽക്കുന്ന ആ ഭാഗം, പരിശുദ്ധമായ പച്ചക്കുബ്ബയെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുന്ന പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് ആ ഭാഗത്ത് സംസം വെള്ളത്തിന്റെ ടാപ്പുകളുണ്ട്. ചിലപ്പോ നിങ്ങൾ തന്നെ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വിശുദ്ധമായ പച്ചക്കുബ്ബയുടെ പശ്ചാത്തലത്തിൽ ആ ടാപ്പിൽ നിന്ന് ഇങ്ങനെ സംസം വെള്ളം വീഴുന്ന വീഡിയോ, അത് ആളുകൾ ഇങ്ങനെ എടുത്തു കുടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ പച്ചക്കുബ്ബയിലേക്ക് നോക്കിയിട്ട് ബിസ്മി ചൊല്ലി സംസം വെള്ളം കുടിക്കുമ്പോ ഓരോ ഇറക്കുകളും ഇങ്ങനെ ഇറക്കിയിട്ട് അൽഹംദുലില്ലാഹ് എന്നാ പരിശുദ്ധമായ പച്ചക്കുബ്ബയിലേക്ക് നോക്കി പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യമരുളണേ അല്ലാഹുവേ. ഈ സംസം വെള്ളം ഞങ്ങൾ കുടിക്കുന്ന പോലെ സന്തോഷത്തോടെ സമാധാനം
കൗസറിൽ നിന്ന് വാങ്ങിക്കുടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യമരുളണേ അല്ലാഹ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി ചൊല്ലു അസ്സലാത്തു. ശബ്ദത്തിൽ ചൊല്ലണേ, ശബ്ദത്തിൽ ചൊല്ലണേ. കുടിച്ചോളി 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 കുടിച്ചോളി. ആ നീയത്ത് മനസ്സിൽ ഓർത്തിട്ട് ആഗ്രഹം അത് കൊടുത്തിട്ടില്ലേ? കൊടുത്തോളി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. താരങ്ങളിൽ നിറപൗർണമി പോൽ ഞങ്ങളിൽ ഉദയം ചെയ്തവരെ, അതിലും ശറഫ് മികന്തവരെ, ഉത്തമരാൻ നബി സയ്യിദരെ ചൊല്ലു അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ അബ്താഹി عربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. ഉമ്മയുപ്പയുമായവരെ, അവരെക്കാൾ ഗുണമുള്ളവരെ ഇല്ല അവരിലുമിതുപോലെ, ഉത്തമനാം നബി സയ്യിദരെ. അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് സകല നന്മകളുടെയും മാതൃകയാണ്, സകല ഗുണങ്ങളുടെയും അടിസ്ഥാനമാണ്. സകല നന്മകളും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അങ്ങാണ്. കാരുണ്യം എന്ത് എന്ന് ലോകം അറിഞ്ഞത് അങ്ങയുടെ ജീവിതത്തിൽ നിന്നാണ്. സ്നേഹം എന്ത് എന്ന് ലോകം തിരിച്ചറിഞ്ഞത് അങ്ങയുടെ പെരുമാറ്റത്തിൽ നിന്നാണ്. അനുകമ്പ എന്ത് എന്ന് ലോകം അറിഞ്ഞത് അങ്ങയുടെ മഹനീയമായ ജീവിതത്തിന്റെ മാതൃകയിൽ നിന്നാണ്. വിട്ടുവീഴ്ചയുടെ മനോഹരമായ പാഠങ്ങളിൽ ലോകം കണ്ടത് അങ്ങയുടെ പരിശുദ്ധമായ ജീവിതത്തിൽ നിന്നാണ്. അങ്ങ് സകലർക്കും മാതൃകയാണ്, അങ്ങ് സകലതിനും മാതൃകയാണ്, അങ്ങ് സകല ഗുണങ്ങളുടെയും മാതൃകാ പുരുഷനാണ്, അങ്ങ് സമ്പൂർണ്ണ മനുഷ്യനാണ്. ഹഖ് സെ പായേ വോ ഷാനെ കരീമി മർഹബാ ദോനോ ആലം के वाली. हक से पाए वो शाने करीमी मरहबा दोनों आलम के वाली. उनकी रहमत का चमका सितारा, उनकी रहमत का चमका सितारा, जिन पे नजरे करम तुमने डाली. അരികെ വന്നാലും പൂരണ പൂവേ, അഖില വിജയത്തിൻ കാരണമല്ലേ. വിരിയുമാ സ്നേഹം ലോചനമെന്റെ ഹൃദയമുണരാൻ ഉദിക്കുന്നതല്ലേ. കോജ്തേ കോജ്തേ തുജ്കോ ദേഖോ ക്യാ സെ ക്യാ യാർ നബി ഹോ ഗയാ ഹോ. खोजते खोजते तुझको देखो क्या से क्या या नबी हो गया हो. करुण കടൽ നബി ലോകൈകനൂർ കിരണം ജ്വലിക്കുകിൽ തണിയുമെനാറ്. കരുണ കടൽ നബി ലോകൈകനൂർ കിരണം ജ്വലിക്കൂ
തൂകിൽ തണിയുമെനാറ് കനകസിംഹാസനത്തിൽ അനഘരാജ പദവിയണിയും മുത്ത് ഖൈറുൽ വറാ പെണ്ണിലാവേ ത്തിലനുരാഗം നൽകും സിറാജേ മുത്ത് ഖൈറുൽ വറാ പെണ്ണിലാവേ ത്തിലനുരാഗം നൽകും സിറാജേ അരികെ വന്നാലും പൂരണ പൂവേ അഖില വിജയത്തിൻ കാരണമല്ലേ വിരിയുമാ സ്നേഹ ലോചനമെന്റെ ഹൃദയമുണരാൻ ഉദിക്കുന്നതല്ലേ. അല്ലാഹുവേ, ഈ മഹനീയമായ മജ്‌ലിസ് നാളെ സ്വർഗീയ ലോകത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന നന്മയായി ഈ രാത്രിയിൽ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഏതൊരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. ഏതെങ്കിലും ഒരാളുടെ പിതാവ് മരിച്ചുപോയ നേരത്ത്, ബാപ്പ മരിച്ചുപോയ നേരത്ത് ആരെങ്കിലും വല്ലാതെ പ്രയാസപ്പെട്ട് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊള്ളട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട പിതാവിന്റെ പൂമുഖമെന്നു കാണാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസരമുണ്ടായിട്ടില്ലല്ലോ. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തോട് വിട പറഞ്ഞു പോയതല്ലേ. ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഗർഭിണിയാവുകയാണ്. അബ്ദുല്ലാഹ് എന്നവർ പരിശുദ്ധമായ മദീനയുടെ ഭാഗത്തേക്ക് യാത്ര പുറപ്പെടുകയാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ യാത്രയാക്കുമ്പോ ആമിന ബീവി റളിയല്ലാഹു അൻഹാ മനസ്സിൽ എത്രമേൽ വേദനപ്പെട്ടിട്ടുണ്ടാവാം. എന്റെ പ്രിയപ്പെട്ട പ്രാണനാഥനായ ഭർത്താവിനെ ഒന്ന് കണ്ടു കൊതി തീർന്നിട്ടില്ല. തന്റെ ഭർത്താവിന്റെ സാമീപ്യത്തിന്റെ സുഗന്ധം അനുഭവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല. സ്നേഹിച്ചു കൊതി തീരുന്നതിന്റെ മുമ്പേ തനിച്ചാക്കി അകലുകയാണോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര പറഞ്ഞു പോകുമ്പോ വഴിക്കണ്ണുമായി ആമിന ബീവി റളിയല്ലാഹു അൻഹാ എത്ര നേരം വന്നതേയില്ല. ആമിന ബീവിയുടെ അരികിലേക്ക് തിരിച്ചു വന്നതേയില്ല. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒന്ന് വന്നിരുന്നെങ്കിൽ, ആ ഭർത്താവിന്റെ സാമീപ്യം ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് കണ്ണുനീരോട് ആമിന ബീവി റളിയല്ലാഹു അൻഹാ എത്ര രാത്രികൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാകാം. ഓർത്തു നോക്കിയാൽ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു വേദനയുടെ നീറ്റൽ അനുഭവപ്പെടാത്തവരുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെയൊക്കെ വാപ്പമാര് പലരും മരിച്ചുപോയിട്ടുണ്ടാവാം. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ പിതാക്കന്മാർക്ക് നീ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ബാപ്പമാർ എത്ര കാലം മുമ്പ് മരിച്ചുപോയവരാണെങ്കിലും ബാപ്പ എന്ന് പറയുമ്പോൾ ഓർക്കാൻ ഒരു മുഖം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മുഖം നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ. എന്നാൽ എത്ര ആൾക്കാർ പറയാറുണ്ട്, ബാപ്പാൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, കാരണം എനിക്ക് ഓർമ്മ വരുന്നതിന്റെ മുമ്പേ എന്റെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറയുന്നവര് എത്രമേൽ നീറുന്ന വേദനയോട് കൂടിയായിരിക്കും അവരുടെ അനുഭവങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടാവുക. എന്റെ ബാപ്പയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് എത്ര ദിവസങ്ങളിൽ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഓർക്കാൻ പിതാവിന്റെ ഒരു മുഖം മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ
ബീവിന്റെ കൽവിൽ നൊമ്പരം പേരൂത്ത് ആറ്റലായ മോനയോർത്ത് വേദന കോരൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചാണച്ച് ആമിന ബി പൂമകനെ ചുംബനമാണച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ്. ശബ്ദത്തിൽ ചൊല്ലണേ, ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്തറിൻ തൻമുത്ത് മോനെ ആറ്റ് നോറ്റ് പോറ്റി ആമിന ബി പൂമകനെ ആശയോടെ തീറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ്. മനസ്സറിഞ്ഞ് ചൊല്ലണേ ഇല്ലല്ലാഹു റസൂലുള്ളാഹ്. തരിൻ തൻമുത്ത് മോനെ ആറ്റ് നോറ്റ് പോറ്റി ആമിന ബി പൂമകനെ ആശയോടെ തീറ്റി അങ്ങനെ കാലം കഴിയും കാലമൊരു നാളിൽ ആമിന ബി പൂമകനെ വിട്ടുപോയി മണ്ണിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശബ്ദത്തിൽ ചൊല്ലണേ ലാ ഇലാഹ ഇല്ലല്ലാഹു ആരുമില്ലാതേകനായി ഭൂമിയിൽ നബിയുള്ളാഹ്. ആറുവയസ്സായ കാല കാറ്റലാം നബിയുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു. ഗർഭിണിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനെ യാത്രയാക്കിയിട്ട് പ്രിയപ്പെട്ട ഭർത്താവ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്. പക്ഷേ അബ്ദുല്ലാ എന്നവർ ഒരിക്കൽ പോലും ആ വീട്ടിലേക്ക് കടന്നു വന്നില്ല. തന്റെ പ്രിയപ്പെട്ട പ്രിയതമയെ കാണാൻ ആമിന ബീവിയെ സ്നേഹത്തോടെ വന്ന് ചേർത്ത് പിടിക്കാൻ അബ്ദുല്ലാ എന്നവർ ആ വീട്ടിലേക്ക് കടന്നു വന്നില്ല. തന്റെ അടിവയറ്റില് തന്റെ ഗർഭപാത്രത്തില് ഒരു കുഞ്ഞു ജീവന്റെ തുടിപ്പ് ആമിന ബീവി റളിയല്ലാഹു അൻഹ അറിയുമ്പോ അവരേറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ സന്തോഷ വാർത്തയൊന്ന് പറയാൻ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അരികിലുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നായിരിക്കുകയില്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്തോഷ വാർത്ത നൽകിയാൽ ഗർഭത്തെ കുറിച്ചുള്ള ഒരു നല്ല സന്തോഷം അവർക്കൊരു വിശേഷം അവർക്ക് കൊടുത്താൽ അവരാദ്യമായി അതറിയുന്ന ഒരു സമയമുണ്ടല്ലോ. പക്ഷേ ഒരു ഛർദിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അടയാളങ്ങളിലൂടെ ആയിരിക്കാം. ആ പെണ്ണുങ്ങൾ ആദ്യമായി ഇവരാരോടാ പറയാ? സന്തോഷത്തോടെ പ്രിയപ്പെട്ട ഭർത്താവിനോടല്ലേ അത് പറയാൻ അവർ ആഗ്രഹിക്കുക. ആമിന ബീവി റളിയല്ലാഹു അൻഹ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവാം എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനിതാ ജനിക്കാൻ പോകുന്നു എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോടൊന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ആ കുഞ്ഞ് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ ഇങ്ങനെ
വളർന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് ആ കുഞ്ഞിന്റെ കൈകാലുകളുടെ ചലനമറിയുമ്പോൾ അടിവയറ്റിൽ ഇങ്ങനെ കൈകൾ അമർത്തി വെച്ചിട്ട് നബി റളിയല്ലാഹു അൻഹു എത്ര രാത്രികളിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകാം പ്രിയപ്പെട്ട ഭർത്താവ് നരികിലുണ്ടായിരുന്നെങ്കിൽ എന്ന്. ആ അവസ്ഥയെ കൂടുതൽ ഞാൻ സഹോദരിമാരെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. രാത്രി സമയത്താണ് ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങള് കൂടുതൽ അനങ്ങ. കാരണം പകൽ സമയത്ത് ഈ ഉമ്മ ഇങ്ങനെ നടക്കുമ്പോ ഇളകുമ്പോ ഒരു തൊട്ടിലിൽ ഇങ്ങനെ ഇട്ടിട്ട് ആട്ടുന്ന പോലെയാണ് അവർക്ക് ഫീലിംഗ് ഉണ്ടാവുക എന്നാണ് പറയാം. ഉള്ളിൽ കിടക്കുന്ന കുട്ടിക്ക് തൊട്ടിലിൽ കിടന്നിങ്ങനെ ആടി ഉറങ്ങുന്ന പോലെ. അതുകൊണ്ട് പകൽ സമയത്ത് കുട്ടികൾ സൈലന്റ് ആയിരിക്കും. രാത്രിയാണ് കുട്ടികൾ ഇളക്കം തുടങ്ങുക. പ്രിയപ്പെട്ടവരെ, ആ രാത്രി സമയത്ത് ഉറങ്ങുന്ന ഒരു ഗർഭിണിയായ പെണ്ണ് ആ കുഞ്ഞിന്റെ അനക്കം കൊണ്ട് ഉണരുകയാണ്. ആ സഹോദരിയുടെ ഭർത്താവ് ഗൾഫിലാണെന്ന് വിചാരിക്കുക. അവർ ആദ്യം വിചാരിക്കുന്നത് പഠിച്ചോനെ എന്റെ ഭർത്താവ് അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നായിരിക്കും. നബി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, വേദന കടിച്ചിറക്കി നബി റളിയല്ലാഹു അൻഹു കുഞ്ഞുമോനെ ഗർഭത്തിൽ ഏറ്റി നടക്കുകയാണ്. ഓരോ മാസങ്ങളെ കഴിയുമ്പോഴും മലക്കുകൾ വരുന്നു, അമ്പിയാക്കൾ വരുന്നു. ബീവിയോട് പറയുന്നു, അല്ലയോ ഉമ്മ, ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഉമ്മ നിങ്ങളാണ്. നിങ്ങൾക്ക് പിറക്കാൻ പോകുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ കുഞ്ഞ് പിറന്നാൽ ഇദാ വറഅതി ശംസുൽ ഫലാഹി വൽ ഹുദാ ഫസമ്മി മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി റളിയല്ലാഹു അൻഹു കുഞ്ഞുമോന് ജന്മം നൽകുകയാണ്. ആ ജന്മം നൽകുന്ന നേരത്തും നബി റളിയല്ലാഹു അൻഹുയുടെ അരികിൽ വന്നിരുന്നുകൊണ്ട് ഒന്ന് ആശ്വസിപ്പിക്കുവാൻ അബ്ദുല്ലാ എന്നവരുണ്ടായിരുന്നില്ല. എന്റെ പിതാവ് നഷ്ടപ്പെട്ടു പോയ വേദനയുടെ നടുക്കടലിലേക്കാണ് യതീമായി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നു വീഴുന്നത്. നബി റളിയല്ലാഹു അൻഹു ആ കുഞ്ഞുമോനെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് എത്ര തേങ്ങി കരഞ്ഞിട്ടുണ്ടാവാം. കുഞ്ഞുമോനെ, നിന്നെ ഒന്ന് വാരിയെടുക്കാൻ, നിന്നെ ഒന്ന് മാറോട് ചേർക്കാൻ, ആ റോസാതളം പോലെ മനോഹരമായ മൃദുലമായ കവിളത്ത് ഉമ്മ തരാൻ കുഞ്ഞുമോനെ, നിന്റെ ബാപ്പ ഇനി വരില്ല മോനെ. ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ, അന്ന് മക്കത്തെ ആ കൊച്ചുകുടിലിൽ നബി റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനെ താരാട്ട് പാടി ഉറക്കുന്ന ആ രംഗമൊന്ന് ഓർത്തു നോക്കൂ നിങ്ങള്. രാരീരോ 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 കുഞ്ഞിക്കണ്ണും പൂട്ടി മിന്നും കിനാക്കൾ കണ്ടുറങ്ങൂ അല്ലമീനേ, കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങൂ അല്ലമീനേ. പൊന്നുമോനെ, നിന്നെ ഗർഭം ചുമന്നത് മുതൽ ഈ ഉമ്മാന്റെ കണ്ണുനീരുണങ്ങിയിട്ടില്ല മോനെ. നിന്റെ ഉപ്പ ഇനി ഒരിക്കലും നിന്റെ കരയിലേക്ക് തിരിച്ചു വരില്ല മോനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന കാലത്താണ് പ്രിയപ്പെട്ടവരെ ഏതൊരു വിശ്വാസിയുടെയും മനസ്സിനെ വല്ലാതെ കുത്തി നോവിക്കുന്ന ആ പ്രയാസകരമായ കഥ അരങ്ങേറുന്നത്. അന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സുള്ള അൽ അമീനായ മുത്തനബി തങ്ങൾ പ്രിയപ്പെട്ട ഉമ്മയോടൊപ്പം മദീനയിൽ അബ്ദുല്ലാ എന്നവരുടെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ സന്ദർശിക്കുവാൻ വേണ്ടി കടന്നുപോയതാണ്. തിരിച്ചു വരുന്ന നേരത്ത് അബവ എന്ന് പറയുന്ന പ്രദേശത്തെത്തുമ്പോഴാണ് നബി റളിയല്ലാഹു അൻഹു വല്ലാതെ തളർന്നു പോകുന്നത്. അവർ തിരിച്ചറിയുകയാണ്, ഇനി തന്റെ ജീവിതത്തിൽ അധികം സമയം ബാക്കിയില്ല എന്ന്. അടുത്തടുത്തു വരുന്ന മരണത്തിന്റെ കാലൊച്ച അവർ കേൾക്കുകയാണ്. ആ നേരത്ത്
പ്രിയപ്പെട്ട പൊന്നുമോനെ അടുത്ത് വിളിച്ചിട്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹാ ആ പൊന്നുമോനെ തന്നോട് ചേർത്ത് പിടിച്ചിട്ട് ആ കവളത്ത് മുത്തം കൊടുത്തിട്ട് എന്തൊക്കെ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ടാവാം. രാജാതിരാജനായ റബ്ബിനോട് ആമിന ബീവി റളിയല്ലാഹു അൻഹാ പറയുകയാണ്, എന്റെ കുഞ്ഞ് പിതാവിന്റെ മുഖം കാണാതെ പിറന്നു വീണ യതീമായ എന്റെ പൊന്നുപോലെ ഇതാ ഞാൻ ഉപേക്ഷിച്ച് നിന്റെ അരികിലേക്ക് വരികയാണ് അല്ലാഹ്. ഇനി എന്റെ കുഞ്ഞിനാരുണ്ട് പടച്ചോനേ, എന്റെ കുഞ്ഞിന്റെ രക്ഷിതാവ് നീയാണ് അല്ലാഹ്. എന്റെ പൊന്നുപോലെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഏതൊരു വിശ്വാസിയുടെ മനസ്സാണ് പിണയാതിരിക്കുക? 6 വയസ്സുള്ള അമീനായ പൊന്നുമോൻ മരണപ്പെട്ട് കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിൽ നിന്ന് തേങ്ങിക്കരഞ്ഞ ആ നിമിഷം ഓർക്കുമ്പോൾ ഏത് വിശ്വാസിയുടെ മനസ്സിലാണ് വേദനയുടെ നീറ്റൽ അനുഭവിക്കാതിരിക്കുക? അബവാഇന്റെ സത്ത് ആമിന ബീവി അന്ത്യ സമയത്ത് അവരൊന്ന് തേങ്ങി. അബവാഇന്റെ സത്ത് ആമിന ബീവി അന്ത്യ സമയത്ത് അവരൊന്ന് തേങ്ങി. ആരോരുമില്ലാത്തി പൈതലിന് ആരാര് തുണയേകും തമ്പുരാനെ, ആരാര് തുണയേകും തമ്പുരാനെ. ആരോരുമില്ലാത്തി പൈതലിന് ആരാര് തുണയേകും തമ്പുരാനെ, ആരാര് തുണയേകും തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ പടച്ചോനെ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നമ്മള് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പടച്ചോനെ. ആ സഹോദരിമാർ ഇപ്പോഴും ആ മരത്തിന്റെ തണലിൽ നിൽക്കുന്ന നമ്മൾ അല്ലാഹുവേ, ആ സഹോദരിമാർക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് പകരം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സ്നേഹത്തിന് പകരമായി, ഈ ത്യാഗത്തിന് പകരമായി അല്ലാഹുവേ അവർക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് നൽകണേ അല്ലാഹ്. അവർക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാമായിരുന്നല്ലോ, പക്ഷേ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക, അവർ ഓർത്തിട്ടുണ്ടാവുക ഈ പരിശുദ്ധ ദീനിന്റെ സന്ദേശം എത്തിക്കുവാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വെയിൽ കൊണ്ടിട്ടുണ്ടാവാം, എത്ര മഴ കൊണ്ടിട്ടുണ്ടാവാം, എത്ര കല്ലേറ് കൊണ്ടിട്ടുണ്ടാവാം, എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടാവാം, എത്ര പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവാം, എത്ര കളിയാക്കലുകൾ കേട്ടിട്ടുണ്ടാവാം. ആ ഹബീബിന്റെ മദദ് പറയുന്ന ഒരു മജ്‌ലിസിന് വേണ്ടി ഞാനൊരൽപ്പം മഴ കൊണ്ടെങ്കിൽ എന്താ എന്ന് കരുതിയിട്ട് ഈ സദസ്സിലിരുന്നവരാണ് അല്ലാഹ്. നീ വെറുതെയാക്കല്ല റബ്ബേ, നീ വെറുതെയാക്കല്ല റബ്ബേ, നീ വെറുതെയാക്കല്ല റബ്ബേ. നാളെ ഖബറിന്റെ ഏകാന്തതയിൽ ആരോരും ഞങ്ങളെ സഹായിക്കാനില്ലാത്ത ആ ഭീതിതമായ ഖബറിന്റെ ഏകാന്തതയിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോ അല്ലാഹുവേ, ഈ രാത്രിയിൽ ഞങ്ങൾ സഹിച്ച ത്യാഗം ഞങ്ങൾക്കൊരു കൂട്ടുകാരനാക്കി ഖബറിലേക്ക് നീ കൊണ്ടുവരണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് തമ്മാടിയായി മരിച്ചുപോയ ഒരാൾ, തമ്മാടിയായി ജീവിച്ച് മരിച്ചുപോയ ഒരാൾ, ആ മനുഷ്യ സ്വർഗത്തിലാണ് അല്ലാഹ് പറയാൻ കാരണം തൗറാത്തിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കാണുന്ന ഒരു സ്ഥലം എത്തിയപ്പോ ആ പരിശുദ്ധമായ നാമം ഒന്ന് ചുംബിച്ചു എന്നതാണ് മുത്ത് നബി തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലി എന്നത്. ജീവിതത്തിലെ സകല തെറ്റുകളും പൊറുക്കാൻ പടച്ചോനെ നീ ഒരു കാരണമായി അംഗീകരിച്ചെങ്കിൽ അല്ലാഹുവേ, ഈ കൊള്ളുന്ന മഴത്തുള്ളികള്, ഈ സഹിക്കുന്ന പ്രയാസങ്ങള്, ഈ ഏറ്റുവാങ്ങുന്ന ത്യാഗങ്ങള് സ്വലാത്തിന് വേണ്ടിയാണ് അല്ലാഹ്. ഹബീബായ മുത്ത് നബി തങ്ങളോടുള്ള
മഹബത്ത് കൊണ്ടാണ് പഠിച്ചോനെ ആ സഹോദരിമാരെ പ്രത്യേകിച്ചും അതുപോലെ ഈ സദസ്സിന് മഴ കൊണ്ട് ഇത്രയും നേരം ഇരുന്ന സഹോദരങ്ങളെ പഠിച്ചോനെ മദീനയിലെത്താതെ മരിപ്പിക്കല്ലേ അല്ലാ, മദീനയിലെത്താതെ മരിപ്പിക്കല്ലേ അല്ലാ. ആ മദീനത്തെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് നിന്നിരുന്നിട്ട് ആ കാരുണ്യത്തിന് മഴ കൊള്ളാൻ, ആ പ്രകാശത്തിന് മഴ കൊള്ളാൻ, ആ ഔദാര്യത്തിന്റെ മഴയിൽ നനഞ്ഞു കുതിരാൻ, ആ സ്വലാത്തിന്റെ മഴയിൽ നനഞ്ഞു കുതിരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യമരുളണേ അല്ലാ. ഹൗദുൽ കൗസറിന്റെ മുറ്റത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ശഫാഅത്തിന്റെ തണലിലായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഈ മജ്‌ലിസ് കാരണത്താൽ ഞങ്ങളുടെ ഈ നാട്ടിൽ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. എത്ര ആളുകൾ ഒരുമിച്ച് കൂടി എന്നുള്ളതല്ല, ഈ വന്ന ആൾക്കാര് ഇത്രയും നേരം എന്തിനാ അവിടെ മഴ കൊണ്ട് നിന്നത് എന്നതാണ് വിഷയം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉറപ്പാണ് പഠിച്ചോനെ, ഞങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്നു റബ്ബേ, ഈ സദസ്സ് ഒരിക്കലും നിന്റെ മുമ്പിൽ വെറുതെയാവൂലാന്ന്. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകളും പൊറുക്കാൻ ഈ രാത്രി കാരണമാക്കണേ അല്ലാ. നമുക്ക് ഈ ബാക്കിയുള്ള ലൈറ്റുകൾ കൂടി നോക്കിയാൻ പറ്റും കുറച്ച് നേരത്തേക്ക്, ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. പക്ഷെ നമ്മൾ ഇനി മദീനയെ മനസ്സിൽ കണ്ടിട്ട് സലാത്തുകളും സലാമുകളും ചൊല്ലി ചെറിയൊരു ദുആ നടത്തി നമ്മൾ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഈ സ്റ്റേജിലുള്ള ലൈറ്റ് കൂടി ഓഫ് ചെയ്താൽ സന്തോഷമായി. ആ പിന്നെ വലിയ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് സന്തോഷമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. സഹോദരൻ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധമായി മദീനയെ നമ്മൾ കൽബ് കൊണ്ടൊന്ന് കാണുകയാണ്. ആ മദീനത്തേക്ക് നമ്മുടെ കൽബുകളെ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ മദീനയെ കേൾക്കുകയായിരുന്നെങ്കിൽ ഇനി നമ്മൾ മദീന കാണുകയാണ്. ഇൻഷാ അല്ലാഹ് ദൂരെയുള്ള ആളുകൾ ഒന്ന് ഈ സ്റ്റേജിലേക്ക്, ഈ സദസ്സിന്റെ കൂട്ടത്തിലേക്ക് വന്ന് ചേർന്ന് നിന്നാൽ സന്തോഷമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. നമുക്ക് നമ്മുടെ കാലിൽ അച്ചരിപ്പൊന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെക്കാം. ഒരു അദബിന് വേണ്ടി വിശുദ്ധ മദീനത്തേക്ക് നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും എത്തിച്ചേരുകയാണല്ലോ പ്രിയപ്പെട്ടവരെ. അല്ല, ഏറ്റവും നോക്കിയാൻ പറ്റുമോ എന്താ അവസ്ഥ? വേണ്ട ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലൈറ്റുകൾ ഓഫ് കൂടി പറഞ്ഞത് നമുക്കൊന്നുകൂടി മനസ്സിന്റെ ഒരു നിയന്ത്രണം നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം മറന്നുകൊണ്ട് മദീനയെ ഒന്ന് മനസ്സിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കണ്ണടച്ച് പരിശുദ്ധമായ ആ മദീന എന്ന മനോഹരമായ നഗരത്തെ നമുക്കൊന്ന് കൽബിന്റെ കണ്ണാടിയിൽ നിന്ന് കാണണം. ഇനി മറ്റു ചിന്തകളെല്ലാം നമ്മൾ മറക്കുകയാണ്. ദുനിയാവിന്റെ സകല ചിന്തകളെയും നമ്മുടെ അല്പനേരത്തേക്ക് നമ്മൾ മറന്നു കളയാം. ഇനി മദീന മാത്രം നമ്മുടെ കൽബിൽ തെളിഞ്ഞു വരണം. ആ മഹത്തായ പുണ്യനഗരി മാത്രം, ആ വിശുദ്ധമായ മദീന എന്ന സ്നേഹനഗരിയുടെ ഓരോ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള മജ്‌ലിസുകൾ കഴിഞ്ഞ് പോകുമ്പോൾ പല ആൾക്കാരും പറയും, ഇന്നലെ വരെ പറഞ്ഞു ഒരു സഹോദരൻ, ഞാൻ 5 വർഷത്തോളം മദീനത്തായിരുന്നു. ആ സഹോദരൻ പറയാം, ഞാൻ 5 വർഷത്തോളം മദീനത്തായിരുന്നു. ഉസ്താദ് മദീനയെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ, മദീനയിൽ ഓരോ കാഴ്ചകൾ ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സറിയാതെ ആ മദീനയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അത് മദീന കണ്ട ഒരാളാണ്. എന്നാൽ ഈ സദസ്സിൽ മദീന കാണാത്തവരും ഉണ്ടാകാം. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിലുള്ള ആളുകൾ, ഒരുപാട് പരീക്ഷണങ്ങളുള്ള ആളുകൾ, ആ ചുറ്റുപാടുകളൊക്കെ തീർന്നിട്ട് മദീനത്തേക്ക് എന്ന് എത്തിച്ചേരാൻ കഴിയും എന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൽബിന്റെ ഉള്ളിൽ ഒരു മദീനയുണ്ടല്ലോ, നമ്മുടെ ആത്മാവിൽ ഒരു മദീനയുണ്ടല്ലോ. ആ മദീനക്ക് ഒരു വെള്ള കൊട്ടാരമുണ്ടല്ലോ. ആ വെള്ള കൊട്ടാരത്തിന് മനോഹരമായ മിനാരങ്ങൾ ഉണ്ടല്ലോ. ആ വെള്ള കൊട്ടാരത്തിന് മനോഹരമായി വെള്ള മാർബിൾ പതിച്ച തിരുമുറ്റമുണ്ടല്ലോ. ആ വെള്ള കൊട്ടാരത്തിന് ഒരു പച്ച കുബ്ബയുണ്ടല്ലോ. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരട്ടെ. മസ്ജിദുൻ നബവി എന്ന വെള്ള കൊട്ടാരത്തിന്റെ തിരുമുറ്റത്തെ വെള്ള മാർബിൾ പതിച്ച ആ മനോഹരമായ അങ്കണത്തില് ആ പരിശുദ്ധമായ പച്ച കുബ്ബയെയും നോക്കി നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗം മനസ്സിൽ ഓർത്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം മനസ്സിൽ കാണാം. അതൊരു മഗ്‌രിബിന്റെ നേരത്താവാം, അസ്റിന്റെ മഗ്‌രിബിന്റെ മഗ്‌രിബാൻ കൊടുക്കാൻ 5 മിനിറ്റ് നേരെ ബാക്കിയുള്ളൂ എന്ന് വിചാരിക്കുക.
ആളുകൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ മസ്ജിദുൻ നബവിയിലേക്ക് 4 ഭാഗത്തു നിന്നും ഇങ്ങനെ പ്രവഹിക്കുകയാണ്. അവരുടെ ചുണ്ടുകളിലെല്ലാം തസ്ബീഹിന്റെ മനോഹരമായ ദിക്റാണ്. അവരുടെ ചുണ്ടുകളിൽ കേൾക്കുന്നത് സ്വലാത്തിന്റെ മനോഹരമായ മന്ത്രങ്ങളാണ്. അവർ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് വന്ന് സഫ് സഫായി ശാന്തരായി തസ്ബീഹ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി മഗ്രിബിനെ കാത്തിരിക്കുകയാണ്. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഇങ്ങനെ അസ്തമിക്കാൻ ഒരുങ്ങുന്ന നേരത്ത് പടിഞ്ഞാറൻ ചക്രവാളം മുഴുവനും ഇങ്ങനെ ചുവപ്പ് നിറം കലരുകയാണ്. ആ സമയത്ത് തിരുദൂതരുടെ മനോഹരമായ കവിൾത്തടങ്ങളുടെ ചുവപ്പ് ഓരോ വിശ്വാസിയും മനസ്സിൽ ഓർക്കുകയാണ്. ആ മുഖമൊന്നു കാണാൻ എനിക്ക് നീ ഭാഗ്യം തരണേ പടച്ചോനെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാൽ സ്വലാത്തുകൾ ചൊല്ലി കാത്തിരിക്കുമ്പോൾ മസ്ജിദുൻ നബവിയുടെ മിനാരങ്ങളിൽ നിന്ന് മഗ്രിബിന്റെ ബാങ്ക് മുഴങ്ങുകയാണ്. മാഷാ അല്ലാഹ്, ആ നേരത്ത് നമ്മൾ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് ഉണ്ടെങ്കിലോ പ്രിയപ്പെട്ടവരെ, മിഞ്ഞാന്ന് രാത്രി ഞാൻ വീട്ടിൽ ഇങ്ങനെ ഒറ്റക്ക്, എന്റെ ഭാര്യയും മക്കളൊക്കെ അവരുടെ വീട്ടിലാണ്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇപ്പൊ ഒറ്റക്കാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ബെഡ്റൂമിൽ ചെന്ന് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് മൊബൈലിൽ ഇങ്ങനെ ഓരോ വീഡിയോകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് മദീനയുടെ ഒരു വീഡിയോ ഇങ്ങനെ മുമ്പിലേക്ക് കടന്നു വരും. മദീനയുടെ വീഡിയോകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മദീനയുടെ വീഡിയോകൾ മാത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഇങ്ങനെ തുറന്നിട്ട് അതിലിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മദീനയിലെ മനോഹരമായ ബാങ്കിന്റെ ആ വീഡിയോ ഇങ്ങനെ വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ ബാങ്കിന്റെ 2 ലഫ്ലുകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുകയാ. ഒരു നിമിഷം മദീനത്തേക്ക് മദീനത്തെ ബാങ്കുലികൾ എത്ര മനോഹരമാണ്. ആ ബാങ്കുലികൾ കേൾക്കാൻ അല്ലാഹുവേ ഈ ഹറാമുകൾ കേട്ട കാതുകൾക്ക് നീ ഭാഗ്യം തരണേ പടച്ചോനെ. അപ്പൊ നമ്മള് മഗ്രിബിന്റെ നേരത്തെ ഇങ്ങനെ പരിശുദ്ധമായ പച്ചക്കുപ്പയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു രംഗം മനസ്സിൽ കാണുക. മദീനത്തെ മഗ്രിബ് വളരെ മനോഹരമാണ്. മദീനത്തെ രാത്രികൾ മനോഹരമാണ്. മദീനത്തെ സുബ്ഹ് അതിലേറെ മനോഹരമാണ്. ആളുകളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ആശിഖീങ്ങളായ മനുഷ്യന്മാർ എഴുന്നേൽക്കുകയാണ്. അവർ നല്ല വസ്ത്രം ധരിച്ച് അത്തർ പൂശി കുളിച്ചു വൃത്തിയായി അവരുടെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. പുലർച്ച നേരമാണ്. സുബ്ഹി ബാങ്ക് കൊടുക്കാൻ ഇനി 1 മണിക്കൂർ ബാക്കിയുണ്ട്. ആ മനോഹരമായ നേരം ഫജ്ർ സ്വാദിഖ് വെളിപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന നേരം മദീനത്തെ ശാന്തമായ തെരുവിലൂടെ നമ്മൾ മസ്ജിദുൻ നബവിയിലേക്ക് പതുക്കെ നടന്നു പോകുന്ന ആ രംഗം ഓർത്തു നോക്കൂ നിങ്ങൾ. അവസാനമായി നിങ്ങൾ മദീനത്തുണ്ടായപ്പോ നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. മാഷാ അല്ലാഹ്, ആ രാത്രി സമയത്ത് മസ്ജിദുൻ നബവിയിലേക്ക് ഇങ്ങനെ മദീനത്തെ റോഡരികിലൂടെ നടന്നു പോകുമ്പോ ആ കടന്നു വരുന്ന കാറ്റിന്റെ കുളിര് ഈ നിമിഷവും എന്റെ ആത്മാവിൽ ഞാൻ അനുഭവിക്കുകയാണ്. അല്ലാഹുവേ, ഇനിയും ആ മദീനത്തെത്താൻ ഒരുപാട് തവണ ആ പുണ്യഭൂമിയെ പുൽകാൻ ഈ പാപികൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. സുബ്ഹി ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ചക്കുപ്പ ചോട് നിന്ന് അസ്സലാം മൊഴിയേ. പാപിഞ്ഞാനകലയാണ് മോഹമാതിരുറോവയാണ് കരുണമന്ദിരമാമദീന കാണുവാൻ കൊതിയേ. ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മനോഹരമായ ആ തഹജ്ജുദിന്റെ നേരം രാജാതിരാജനായ റബ്ബ് തആല നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നേരം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോളൂ, ഞാൻ തെറ്റ് പുറത്തു തരാം. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചോദിച്ചോളൂ, ഞാനത് പൂർത്തീകരിച്ചു തരാമെന്ന് അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ മനോഹരമായ തഹജ്ജുദിന്റെ നേരം നമ്മൾ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് നിൽക്കുകയാണ്. കനവിലങ്ങ് വിരുന്നു വന്നാൽ ഖൽബ് ഞാൻ പകുത്തു നൽകാം. കാത്തിരുന്നു നിരാശയാലെ പാടിയ നബിയേ. ആ സുബ്ഹി ബാങ്കിന്റെ നേരത്ത് പ്രിയപ്പെട്ടവരെ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് നമ്മൾ ആ പച്ചക്കുപ്പ നോക്കി നിൽക്കുകയാണ്. പിച്ച വയ്ക്കും പോലെ ആ മദീനയിൽ പാവം ഫഖീറായി നടന്നു ഞാൻ. ഒച്ചയുണ്ടാക്കാതെ പാതിരാത്രിയിൽ
മനസ്സറിഞ്ഞ് സ്വലാത്തുകൾ ചൊല്ലുകയാണ് നമ്മള്. ആ പച്ചക്കുപ്പ നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരികയാണ്. ആ വെള്ളക്കൊട്ടാരം മനസ്സിന്റെ കണ്ണാടിയിൽ നിറഞ്ഞു നിൽക്കുകയാ. ആ പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ മിനാരങ്ങൾ, ആ മിനാരങ്ങളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വിളക്കുകൾ എല്ലാം നമ്മുടെ കൺമുമ്പിൽ എന്ന പോലെ തെളിഞ്ഞു വരികയാണ്. മനസ്സറിഞ്ഞ് ചൊല്ലാമോ? ഞാനിപ്പോ മദീനത്താണ്, ഞാനിപ്പോ മസ്ജിദ് നബവിയുടെ തിരുമുറ്റത്താ, ഞാൻ ആ പച്ചക്കുപ്പ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാ, ഞാൻ ആ തിരുദൂതരുടെ ഹദറത്തിലാ എന്ന് മനസ്സിനോട് പിന്നെയും പറഞ്ഞിട്ടൊന്ന് ഖൽബറിഞ്ഞ് മനസ്സറിഞ്ഞ് ചൊല്ലാമോ? ഈ സ്വലാത്തും ഈ സലാമും മദീനത്ത് ചെന്നിട്ട് ചൊല്ലാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ചൊല്ലണേ സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ചൊല്ലു സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. കണ്ണടച്ചിങ്ങനെ നിൽക്കുകയാണ്. കൺമുമ്പിൽ മദീനയാണ്, പച്ചക്കുപ്പയാണ്. الصلاة والسلام عليك. മനസ്സറിഞ്ഞ് മദീന മാത്രം കൽവിൽ കണ്ടിട്ട് ചൊല്ലൂ. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ? എന്റെ ഹൃദയത്തിനുളങ്ങുമാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ? ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ? തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ തൂബാലക്ക് എന്ന് ചൊല്ലാമോ? പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ. പാദപ്പിറ കൊണ്ട് തളരുന്നു താനേ, പാവമാണേ ഞാൻ കരളിന്റെ കരളേ, പാവമാണേ ഞാൻ കരളിന്റെ കരളേ, പാവമാണേ ഞാൻ കരളിന്റെ കരളേ. ഈ കണ്ണുകളെ കൊണ്ട് ഞങ്ങൾ കണ്ടുകൂട്ടിയ ഹറാമുകൾ എത്രയാ, ഈ കാലുകളെ കൊണ്ട് ഞങ്ങൾ നടന്നുപോയ ഹറാമിന്റെ വഴികൾ എത്രയാ. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളോ അങ്ങയെ ധിക്കരിച്ചു. അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചു, ഞങ്ങൾ അങ്ങയോട് അതവുകേട് കാണിച്ചു. അങ്ങ് ഞങ്ങൾക്ക് നന്മയുടെ വഴി കാണിച്ചു തന്നു, ഞങ്ങളോ തിന്മയുടെ വഴി തെരഞ്ഞെടുത്തു. അങ്ങ് ഞങ്ങളെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളാ കൈകളിൽ നിന്ന് കുതറി മാറി നരകത്തിന്റെ വഴിയിലൂടെ ബഹുദൂരം സഞ്ചരിച്ചു കളഞ്ഞു. പാപത്തിരമാല തലമേൽ മറിഞ്ഞു, പാപിക്കൊരു തൗബ നൽകൂ റസൂലേ. പാപത്തിരമാല തലമേൽ മറിഞ്ഞു, പാപിക്കൊരു തൗബ നൽകൂ റസൂലേ. പാപമാണേ ഞാൻ കരളിന്റെ കരളേ, പാതി വഴി എന്നെ മടക്കല്ലേ നൂറേ. ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ? എന്റെ ഹൃദയത്തിനുളങ്ങുമാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ? ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. മാഷാ അല്ലാഹ്.
എത്ര മനോഹരമായ നിമിഷങ്ങൾ പ്രിയപ്പെട്ടവർ. ഈ നേരം ഈ എഴുന്നേറ്റ് നിന്നത് മുതലേ നമ്മുടെ മദീന മാത്രമല്ലേ ഓർത്തത്, മറ്റു ചിന്തകളൊക്കെ നമ്മൾ മറന്നു കളഞ്ഞില്ല. പരിശുദ്ധമായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ഇങ്ങനെ ചെന്നിട്ട് ചെയ്തു പോയ പാപങ്ങളെ പറ്റി ഓർത്ത് യാ റസൂലല്ലാഹ് എനിക്ക് പ്രതീക്ഷ അങ്ങ് മാത്രമാണ് നബിയേ, എന്റെ തെറ്റുകൾക്ക് തൗബയുണ്ടോ നബിയേ, ആ തെറ്റുകൾ അല്ലാഹു പുറത്തു തരാൻ എനിക്ക് വേണ്ടി അങ്ങൊന്ന് പറയുമോ, പടച്ചവനോട് അങ്ങൊന്ന് തേടുമോ, ആ ശഫാഅത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുമോ യാ റസൂലല്ലാഹ്. ഇങ്ങനെ മനസ്സറിഞ്ഞ് പറയുമ്പോ എന്തൊരു കുളിരാണ്, എന്തൊരു ആശ്വാസമാണ്. നമുക്ക് തിരുദൂതരുടെ കാരുണ്യമുണ്ടല്ലോ എന്ന പ്രതീക്ഷയാ. അല്ലാഹുവേ, ആ പ്രതീക്ഷ നീ ഞങ്ങൾക്ക് നാളെ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആ മദീനത്തെ മസ്ജിദ് നബവിയുടെ തിരുമുറ്റത്ത് നിൽക്കുക തന്നെയാണ് നമ്മൾ ഇപ്പോഴും അവിടെയാണ്. അവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ സ്വലാത്തുകളൊക്കെ ഇങ്ങനെ ചൊല്ലിയിട്ട് നമുക്ക് എന്താ അല്ലാഹുവോട് ദ്വാരക്കാനുള്ളത്? ആ പച്ചക്കുപ്പയിലേക്ക് നോക്കിയിട്ട് കണ്ണ് നിറഞ്ഞു തേടിയാൽ അല്ലാഹു ആ തേട്ടം തട്ടിക്കളയുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന ഏറ്റവും വലിയ ആഗ്രഹം, ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പൊ അള്ളാഹുവോട് പറഞ്ഞോളി. ഈ സദസ്സിലുള്ളവര് അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് കിട്ടിയവരാണ്. ആ തൗഫീഖ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴോ ഇവിടുന്ന് പോകുമായിരുന്നു. ഈ മഴയത്ത് ഇവിടെ നിന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മദീനയോടുള്ള മഹബത്താണ്. ഈ സദസ്സിൽ തേടിക്കോളൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പൊ നിങ്ങൾ അള്ളാഹുവോട് പറഞ്ഞോളി. അള്ളാഹ് തട്ടിക്കളയൂലേ ഇൻഷാ അല്ലാഹ്. പഠിച്ചോനെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ സാധുക്കളായ മനുഷ്യന്മാർ ഇപ്പൊ എന്താണ് ഒരു മനസ്സിൽ ആഗ്രഹിച്ചത്, ആഗ്രഹം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അതിലേക്ക് ഞങ്ങൾ നീ അടുപ്പിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങള് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പഠിച്ചോനെ. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരലാണ് അല്ലാഹുവേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പുറത്തു തരുന്ന ദിവസം അല്ലാഹുവേ, ആ ദിവസം ഈ രാത്രി ആക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തോടെ നീ ഞങ്ങളെ സ്വീകരിക്കുന്ന ആ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വർഗത്തിൽ കടന്നിട്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ പൂമുഖം കാണാൻ ഈ ഹറാമുകൾ കണ്ട കണ്ണുകൾ നീ ഭാഗ്യമരുളണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, മഹനീയമായ തിരുദൂതരുടെ ഹദറത്തിൽ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ കണ്ണടച്ച് ആ പച്ചക്കുപ്പ ഇങ്ങനെ കണ്ട് നമ്മൾ ദുആ ചെയ്യുകയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ആമീൻ പറയണേ. അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. റഹ്മാനായ റഹീമായ ഗഫൂറായ ഗഫാറായ വദൂദായ ലത്തീഫായ സത്താറായ അല്ലാഹ്. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ الجلال والإكرام يا حي يا قيوم برحمتك نستغيث. പ്രതീക്ഷയോടുകൂടി തേടുന്ന ഈ തേട്ടം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പ്രാർത്ഥന നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. നിരാശരാക്കി മടക്കല്ലേ അല്ലാഹ്. ഈ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോ എത്രമാത്രം ഈമാൻ നിങ്ങളുടെ കൽബിലുണ്ടായിരുന്നു, അതിന്റെ ഇരട്ടി 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 ഈമാൻ അധികരിച്ചവരായി ഞങ്ങളെ നീ തിരിച്ചയക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിലൂടെ വീണ ഈ മഴത്തുള്ളികളോടൊപ്പം ഞങ്ങളുടെ തെറ്റുകളും നീ ഒരുക്കിക്കളയണേ അല്ലാഹ്. അല്ലാഹുവേ, സകല തെറ്റുകളും പൊറുക്കപ്പെട്ടവരായി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് നീ ഈ സദസ്സിൽ വെച്ച് ഭാഗ്യം നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അൽ അമീൻ എന്ന് പറയുന്ന സംഘടനയുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഒരുപാട് ദിവസത്തെ അധ്വാനമാണ് റബ്ബേ, ഒരുപാട് ദിവസത്തെ അധ്വാനമാണ് അല്ലാഹുവേ. ഇന്ന് മഴ പെയ്തെങ്കിലും ഞങ്ങൾ സന്തോഷത്തിലാണ്. കാരണം ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ പറ്റിയല്ലോ, മനസ്സറിഞ്ഞുകൊണ്ട് മദീനത്ത് പോകാൻ പറ്റിയല്ലോ. ഒരു കണ്ണുനീരെങ്കിലും ഈ സദസ്സിൽ വെച്ച് നിനക്ക് വേണ്ടി, നിന്റെ ഹബീബിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞല്ലോ. ഈ ചെറുപ്പക്കാര് വിജയിച്ചിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരുടെ അധ്വാനങ്ങൾ ധന്യമായിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. പഠിച്ചവനെ മജ്‌ലിസിന് വേണ്ടി സഹായിച്ചവൻ ആരൊക്കെയുണ്ടോ അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് പഠിച്ചവനെ. ഇതിലെല്ലാം നിന്റെ സഹായം നൽകണേ അല്ലാ. നാളെ സ്വർഗത്തിൽ കടക്കാൻ അവരെ സഹായിക്കുന്ന ഇബാദത്തുകളായി ആ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മദീന കാണിക്കണേ അല്ലാ, മദീന കാണിക്കണേ അല്ലാ. ആ മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് പഠിച്ചവനെ അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിന്റെ അകലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ സദസ്സിലെ ഈ ചെറുപ്പക്കാരെ ഈ സദസ്സിലേക്കുള്ള ചെലവും മറ്റു കാര്യങ്ങളും ഒക്കെ വിചാരിച്ചിട്ട് ഒരൽപ്പം തേനിന്റെ കുപ്പികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പഠിച്ചവനെ ആരാണോ സദഖയായി കൊടുത്തത് അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ആ തേനുകൾ ഏറ്റെടുത്തു കൊണ്ടുപോകുന്നവര്, അത് വാങ്ങിക്കൊണ്ടുപോകുന്നവര് സകല രോഗങ്ങൾക്കുമുള്ള മരുന്നായി ആ തേനിനെ നീ സ്വീകരിക്കണേ അല്ലാ. ആ തേൻ കുടിക്കുന്നവർക്ക് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ നീ പൊരുത്തപ്പെട്ടതിന്റെ അടിവുകളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ആമീൻ برحمتك يا أرحم الراحمين. സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുപ്പി തേൻ ഇവിടെ പിന്നെ വന്ന ആളുകൾക്ക് അവർ കരുതിയിട്ടുണ്ട്. ഇത്രയും സംഖ്യ ഒരു 1000 രൂപ ഒന്ന് ഏറ്റെടുത്ത് ഇൻഷാ അല്ലാഹ് ഓരോ തേനിന്റെ കുപ്പി നിങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ സന്തോഷമാണ്. അത് നിങ്ങൾ ഇപ്പൊ ഏറ്റെടുക്കുക മുഅ്മിനീങ്ങളെ സാധിക്കുന്ന സമയത്ത്. കാരണം നമ്മുടെ ഈ പിന്നെ അൽ അമീൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇന്നത്തോടുകൂടി ഇതിന്റെ പ്രവർത്തനം തീരുന്നില്ല, അതെങ്ങനെ തുടരുകയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഏറ്റെടുക്കുന്ന ആ ഒരു സംഖ്യ 1 മാസം കഴിഞ്ഞിട്ടോ 2 മാസം കഴിഞ്ഞിട്ടോ എപ്പോ കൊടുത്താലും അത് പിന്നെ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ നാളിൽ റംഷാദ് അല്ലേ, റംഷാൻ 5 അദ്ദേഹം അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്വീകരിക്കണേ പഠിച്ചോനെ. ആ സഹോദരന്റെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഈ തേന ഏതൊക്കെ ആളുകളുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ടോ ആ ശരീരത്തിലുള്ള സകല രോഗങ്ങളും നീ ശിഫയാക്കണേ പഠിച്ചോനെ. അവരറിഞ്ഞതും അറിയാത്തതുമായ രോഗങ്ങൾക്ക് ഈ തേൻ ശിഫയാക്കണേ പഠിച്ചോനെ. ഇൻഷാ അല്ലാഹ് ഒരു തേനിന്റെ കുപ്പി ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും വന്നവർ ഓരോരുത്തരും ആരും വിട്ടുപോകാതെ ഓരോ തേനിന്റെ കുപ്പി ഒന്ന് ഏറ്റെടുക്കണം ഇൻഷാ അല്ലാഹ്. സാധിക്കുന്ന സമയത്ത് അതിന്റെ പൈസകൾ കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ പൈസകൾ കൊടുക്കണമെന്ന് പറയുന്നില്ല ഇൻഷാ അല്ലാഹ്. ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്ന് ഇത് ഏറ്റുവാങ്ങിയാൽ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ ഈ തേനിന്റെ കുപ്പി എടുക്കാൻ പറ്റുന്നവർ? ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരു 3 ആളെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷമാണ്. നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്ത് വളണ്ടിയർമാരുടെ ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് ഒന്ന് കൊടുത്തോളിങ്ങൾ. ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ഈ മജ്‌ലിസിൽ ആരെല്ലാം സുന്നത്തുകൾ നൽകുന്നുണ്ടോ, ആരെല്ലാം ഈ തേരുകൾ ഏറ്റെടുക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണം ഇൻഷാ അല്ലാഹ്. ഉണ്ടെങ്കിൽ ഒന്ന് ഏറ്റെടുത്തോളൂ ഇൻഷാ അല്ലാഹ്. ഇതിന് കുറച്ച് കുപ്പികളുണ്ട്, അത് ബാക്കി വരുമ്പോൾ ഇതൊരു പ്രയാസമല്ലേ നിങ്ങളെ ഇൻഷാ അല്ലാഹ്. 1000 രൂപ നമ്മൾ വിചാരിച്ചാൽ അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. 2 ആളെ ഒരു 3 ആളെങ്കിലും വേണം ഇൻഷാ അല്ലാഹ്. ഒരു ഒറ്റയിൽ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്ന് ഏറ്റെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഖൈറിന്റെ വഴികൾ തുറന്നു ഇൻഷാ അല്ലാഹ്. ആരുമില്ലേ ഒരു തേനിന്റെ കുപ്പി ഏറ്റെടുക്കാൻ പറ്റുന്നവർ?
ഒരു 3 സ്വലാത്ത് നമ്മൾ ചൊല്ലാണ്. ആ സ്വലാത്തോടു കൂടി നമ്മൾ ഈ സദസ്സ് അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على سيدنا محمد يا رب صل عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിനെ ഖബൂലാക്കട്ടെ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാമത്തെ രണ്ടിൽ നിർത്തുന്നത് ശരിയല്ലല്ലോ.